ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലെ എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും ദൈവനാമത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം സ്വാഗതം അറിയിക്കുകയും കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ആമേൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാനും കർത്താവ് സഹായിച്ചല്ലോ. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊലോസ്യ ലേഖനമാണ് തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തെങ്കിൽ കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ അതിക്രമങ്ങളെ മായ്ച്ചു കളയുവാൻ ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വിരോധമായി എഴുതിയിരുന്ന കയ്യെഴുത്തിനെ നമുക്ക് വേണ്ടി മായ്ച്ചു കളയുവാൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട കർത്താവിന്റെ സ്നേഹം അത്രേ ഇവിടെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത്. ഈ കൊലോസ്യ ലേഖനം ഈ 2-ാം അധ്യായം 14-ാം വാക്യവും ആമേൻ അതേ അർത്ഥത്തിൽ തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അത് തന്നെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരെങ്കിലും എടുത്തോരുണ്ടെങ്കിലും ഒന്ന് വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളുടെ രത്ന ചുരുക്കമാണ് ആമേൻ നമുക്ക് ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത്. ഇവിടെ യഹൂദൻ പുറജാതി എന്ന തരംതിരിവ് കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി അത് മാറിക്കിട്ടുകയാണ്. ആത്മരക്ഷയും ദൈവരാജ്യവും ഇവ യഹൂദന്റെ കുത്തകയായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആമേൻ ഇഷ്ടം ചെയ്യുന്നവനാണ് ഈ ലെവലിലേക്ക് വരുന്നതെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ധാരണ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അന്ന് വരെയും ഉണ്ടായിരുന്നു. എന്നാൽ ക്രൂശ് മരണം മൂലം ആ വേർപാട് കർത്താവ് മാറ്റി തരുവാൻ തക്കവണ്ണം ഇടയായി. ആകയാൽ നാം ഇനി അന്യന്മാരും പരദേശികളുമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമായി കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എഫേസ്യ ലേഖനം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇനി അന്യന്മാരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയൊരു പദവിയാണല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോ നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അന്യന്മാരല്ല, പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം കൂടെ വായിച്ചാട്ടെ.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. വകവ്യത്യാസമില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒന്നുമില്ല. ദൈവം മുൻപാകെ ഒരു വ്യത്യാസവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഏക ശരീരമായി തീരുവാൻ, ആമേൻ, ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ അവർ എന്ത് ചെയ്തു? ക്രിസ്തുവേശുവിനാൽ അവർ ഹല്ലേലൂയ പിടിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവർ കടന്നു വന്നപ്പോൾ അവന്റെ മക്കളായി തീരുവാൻ, ആമേൻ, അധികാരം ലഭിച്ചപ്പോൾ, അവനോടുകൂടി സ്നാനമേറ്റ് അവന്റെ ഭവനക്കാരായി തീരുവാൻ നമുക്ക് അവകാശം ലഭിച്ചപ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഇനി അന്യരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. അതിക്രമങ്ങളുടെ മോചനം എന്നത് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിക്രമം ചെയ്തിട്ട് പണ്ടുള്ള കാലങ്ങളിൽ നേർച്ച കാഴ്ച വഴിപാടുകൾ നടത്തുമായിരുന്നു. പാപത്തിന് പരിഹാരമായിട്ട് ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും, ആമേൻ, പശുക്കിടാക്കളെ ഒക്കെ കൊണ്ടുവന്ന് യാഗം കഴിക്കും. ഊനമില്ലാത്ത മൃഗങ്ങളെ യാഗം കഴിക്കും. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കൊണ്ട് ഇനി ഒരു യാഗം അവശേഷിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നവൻ മുഖാന്തരം ഇനി അതിക്രമങ്ങളുടെ മോചനമെന്ന്, ആമേൻ, അതിനു വേണ്ടി നാം മറ്റൊരു യാഗം കഴിക്കുവാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന കാലം നമുക്ക് ലഭിക്കാവുന്നതിലേക്കും വലിയൊരു ഭാഗ്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നത്. എഫേസ്യ ലേഖനം 1-17 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകേണ്ടതിന്, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിൽ ആമേൻ, അവന്റെ ആത്മാവിനെ നൽകേണ്ടതിന് അവൻ നമ്മോട് കരുണ കാണിച്ചു. അത് ഈ ആത്മാവിനെ പ്രാപിച്ചെടുത്തവർക്ക് മാത്രമേ, ആമേൻ, ഈ ഒരു ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ. കൊലോസ്യ ലേഖനം 2-ാം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചട്ടങ്ങളാൽ നമുക്കെതിരായി എഴുതിയ, ആമേൻ, കൈയെഴുത്തിനെ മായ്ക്കേണ്ടതിന്, ആമേൻ, കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച് നമുക്ക്, ആമേൻ, നമ്മുടെ മധ്യേ നിന്ന്, ആമേൻ, നീക്കിക്കളയുവാൻ കരുണ കാണിച്ചു. ഞാൻ ആ വാക്യം വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ അവൻ ക്രിസ്തുവിൽ ഒന്നാക്കി. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അതിക്രമം എന്ന മോചനം ഉണ്ടായതിനാൽ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ കിട്ടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചെയ്ത അതിക്രമങ്ങൾക്ക് ഫലം നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷാവിധി, ആമേൻ, എന്റെ യേശു കർത്താവിന്റെ കാൽവറി മരണം മൂലം നമുക്കതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുകയാണ്. എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ്, ആമേൻ, പറയുകയാണ്, നിങ്ങൾ പരസ്പരം ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവീൻ. ഇന്ന് ക്ഷമിക്കുവാൻ മനസ്സില്ലാർക്കും. കാരണം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം വേണം. സ്നേഹമില്ലാതെ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുക? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് എങ്ങനെയാ ദൈവമക്കളെ?
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നമ്മോട് കാണിച്ച സ്നേഹമാണ്. അവന്റെ ഹൃദയത്തിന്റെ സ്നേഹമാണ്, ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയാണ് കാൽവറിയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം സഹിക്കേണ്ട പാപങ്ങൾ, നാം സഹിക്കേണ്ട ശിക്ഷാവിധി അവൻ സ്വയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണമിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, നമുക്ക് ആമേൻ പരസ്പരം ഒരു ദയയുണ്ടാകണം, ഒരു മനസ്സലിവുണ്ടാകണം. ഹല്ലേലൂയ. അന്യോന്യം ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. ഇന്ന് എന്നെക്കാൾ വലിയവരാരും ഉണ്ടാകരുത് എന്നുള്ള മനോഭാവത്തോടെ നിൽക്കുന്നത്. നമ്മള് ഒരു ശുശ്രൂഷ വൃന്ദത്തിൽ ചിലരെ എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ചിലർക്ക് ചിലരുടെ ശുശ്രൂഷകളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ശുശ്രൂഷകരായിരിക്കും, പക്ഷെങ്കിൽ എന്നോളം അവർ ഉയരേണ്ട അസൂയയുടെ ആത്മാവിനാൽ അവരെ തകർത്തുടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ പറയുകയാണ്, അന്യോന്യം സ്നേഹത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ കഴിയുകയില്ല. മാത്രമല്ല, തങ്ങളോട് കാണിക്കുന്ന ആ വകതിരിവിൽ, തങ്ങളോട് കാണിക്കുന്ന ആമേൻ ഇഷ്ടക്കുറവിൽ, തങ്ങളോട് കാണിക്കുന്ന സ്നേഹക്കുറവ് ആമേൻ സ്നേഹം കിട്ടാത്ത വ്യക്തിക്ക് സങ്കടത്തിന് കാരണമാകുകയും, ആമേൻ താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്, തനിക്ക് സ്നേഹം നൽകേണ്ട വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ താൻ എന്ത് ചെയ്യുകയാണ്? അവൻ ദുഃഖിതനായി മാറുകയാണ്. അങ്ങനെ അവിടെ ഉള്ളത്തിന്റെ ഉള്ളിൽ കോപം വർദ്ധിച്ച് പാപം ചെയ്യുകയാണ്. ക്ഷമിക്കപ്പെടുവാൻ കഴിയാതെ അവരിൽ ഈ വലിയ തെറ്റ് കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, ആമേൻ, നമ്മൾ ദൈവിക ആജ്ഞകൾ നിവർത്തിപ്പാൻ ആമേൻ പ്രാപ്തരാകണം. കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന അവന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിപ്പാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും. അപ്പം അതിക്രമ നിമിത്തം നാം പാപം ചെയ്തു, ചട്ടപ്രകാരം നാം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവിക ആജ്ഞകൾ നിവർത്തിപ്പാനുള്ള മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് ആമേൻ ഇവിടെ ന്യായ പ്രമാണം നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, മനുഷ്യനിലുള്ള പാപപ്രകൃതിയെയും ആമേൻ ഈ ന്യായ പ്രമാണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ന്യായ പ്രമാണത്തിന്റെ അവകാശവാദങ്ങളെ നിവർത്തിപ്പാൻ നാം അശക്തരായി തീർന്നു. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ആമേൻ, നിർധനനായ ദരിദ്രനായ ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് യജമാനനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. Praise to Jesus. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുക, നിർധനനായ ഒരു യജമാനനെ പോലെ ന്യായ പ്രമാണം നമ്മോട് ആത്മാവിൽ ആമേൻ ആജ്ഞാപിക്കുകയാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആ വചനങ്ങളെ ഏറ്റെടുക്കാതിരുന്നാൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ ആമേൻ ദൈവിക വചസ്സുകളെ നാം അനുസരിപ്പാൻ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവിക വചനങ്ങളെ അനുസരിപ്പാൻ നമ്മുടെ ഹൃദയത്തിന് പ്രേരണ നൽകിയോ കരങ്ങളെ ബലപ്പെടുത്തുകയോ നാം ചെയ്യാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റിലേക്ക് വീണ്ടും പോകുകയാണ്. ഹല്ലേലൂയ. അതിക്രമങ്ങളുടെ മോചനം നമുക്ക് ലഭിക്കാതെ വരുന്നു, ശിക്ഷാവിധി അകപ്പെടുവാൻ ഇടവരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, നിറവേറ്റാൻ കഴിയാത്ത കടമകളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതിനാലും അതിനാലുള്ള ശിക്ഷ വെളിപ്പെടുത്തുന്നതിനാലും ന്യായപ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ബലിമരണം മൂലം നമുക്ക് ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിൽ നിന്നും ന്യായപ്രമാണത്തെ എന്റെ സ്വർഗത്തിലെ കർത്താവ് നീക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, ആമേൻ, ചട്ടങ്ങൾ. ആമേൻ, ചട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്,
യഹൂദന് നൽകപ്പെട്ട ന്യായപ്രമാണ കൽപ്പനകളും പുറജാതികൾക്ക് ബാധകമായിരുന്ന സദാചാര പ്രമാണങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ഈ ചട്ടങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. അനേക ചട്ടങ്ങൾ, ഹല്ലേലൂയ, അനേക ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് യഹൂദന് നൽകപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നാം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ചിന്ത വരും. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നാം വളരെ ശ്രദ്ധയോടെ ആമേൻ അവന്റെ വചസ്സുകളെ അനുസരിപ്പാൻ തയ്യാറാകണം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് നമുക്ക് വിരോധമായി ഹല്ലേലൂയ എഴുതി വെച്ചിരുന്ന കൈയെഴുത്തിനെ എന്റെ സ്വർഗം മാറ്റുവാൻ തക്കവണ്ണം ഇടയായത്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആമേൻ ഒരു ബ്ലാക്ക് ബോർഡിൽ ആമേൻ ചോക്ക് കൊണ്ട് ആമേൻ അക്ഷരങ്ങൾ എഴുതുന്നത് പോലെ ആമേൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ആമേൻ കൈയെഴുത്തായി എഴുതി വെച്ചിരുന്നതിന് തന്റെ ക്രൂശിൽ ആമേൻ നമുക്ക് വിരോധമായി എഴുതിയിരുന്ന തന്റെ ക്രൂശിന്റെ രക്തത്താൽ നമുക്കെതിരായി ഒരു ഡസ്റ്റർ കൊണ്ട് ആമേൻ ബ്ലാക്ക് ബോർഡിന്റെ അക്ഷരങ്ങൾ തുടച്ചു മാറ്റുന്നത് പോലെ നമുക്ക് വിരോധമായി എഴുതിയിരുന്ന ഹല്ലേലൂയ ആമേൻ ആ തെറ്റുകളെ ആമേൻ എഴുതിയിരുന്ന കൈയെഴുത്തിനെ ഹല്ലേലൂയ ആമേൻ മായ്ക്കുവാൻ എന്റെ കർത്താവിന്റെ രക്തത്തിനാണ് ആമേൻ അതേ ഇടയാക്കിയതെങ്കിൽ ഹല്ലേലൂയ വിലയേറിയ രക്തം നമ്മുടെ പാപങ്ങളെയും മായ്ച്ചു കളയുക. പ്രൈസ് ടു ജീസസ്. ആമേൻ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ആയിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധമായി എഴുതിയിരുന്ന എല്ലാ കൈയെഴുത്തിനെയും മായ്ച്ചു കളയുവാൻ ആമേൻ അവന്റെ രക്തമാണ് കാരണമായതെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നാം വിലപ്പെട്ട അനുഭവത്തിലേക്ക് വന്നത്, ഈ ഒരു അനുഭവത്തിലേക്ക് വന്നെത്തുവാൻ കാരണമായത് പ്രൈസ് ദി ലോർഡ് അവന്റെ രക്തം മൂലമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിങ്കിൽ ദൈവവേലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നവരുടെ പാപങ്ങൾ ആമേൻ മായ്ക്കരുതേ എന്ന് ആമേൻ മതിൽ പണിക്കാർ പ്രാർത്ഥിച്ചു. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്നൊരാൾ വായിച്ചാട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കയാൽ അവരുടെ അകൃത്യം മറക്കരുതേ, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും അരുതേ. ഇവിടെ മതില് പണിക്കെതിരെ സൻബല്ലത്തും തോബിയാവും ഒക്കെ പ്രശ്നമുണ്ടാക്കി. നമുക്കറിയാമല്ലേ? ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? ആ 4-ാം അധ്യായം നമ്മൾ അതിന്റെ ആദ്യം മുതൽ വായിക്കുമ്പോൾ സൻബല്ലത്ത് ചോദിച്ച ചില ചോദ്യങ്ങളാ. ഒരു ദിവസം കൊണ്ട് ഇവര് മതില് പണി പൂർത്തിയാക്കുമോ? എരിഞ്ഞു കിടക്കുന്ന ഈ ചണ്ടിക്കൂനയിൽ നിന്ന് അവർ കല്ലുകളെ പുനർജീവിപ്പിക്കുമോ? ഹല്ലേലൂയ. ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. സുവിശേഷ വേലക്കിറങ്ങി ഒരു പ്രയാണത്തിൽ ആമേൻ സുവിശേഷ ദൗത്യവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ വേലയ്ക്ക് തടസ്സമായിട്ട് ആമേൻ പല ശത്രുവിന്റെ അക്രമങ്ങളും കടന്നു വരും. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിന്നെ വിടുവിച്ചുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും എന്റെ തമ്പുരാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതിയെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. അവിടുത്തെ പ്രമാണികളായിരുന്നു, ഗവർണേഴ്സ് ആയിരുന്നു സൻബല്ലത്തും തോബിയാവും ഒക്കെ.
ആമേൻ, എത്ര ഗവർണർ എഴുന്നേറ്റാലും, എത്ര മന്ത്രി എഴുന്നേറ്റാലും, എത്ര പാസ്റ്റർമാർ എഴുന്നേറ്റാലും, എത്ര വിശ്വാസികൾ എഴുന്നേറ്റാലും, എത്ര ഹല്ലേലൂയ ആമേൻ വലിയ പഠിപ്പുള്ളവരും ഉന്നതകുല ജാതരും എഴുന്നേറ്റാലും, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഈ കർത്തൃവേലയ്ക്കായിട്ട് എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടോ? എന്റെ സ്വർഗം മാനിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവാലയത്തിലേക്ക് ആമേൻ തടസ്സം സൃഷ്ടിക്കുന്നവരുടെ പാപങ്ങൾ മായ്ക്കരുതേ എന്ന് ആമേൻ ഇവിടെ മതിൽ പണിക്കാർ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്ന അവരുടെ തലയിലേക്ക് തന്നെ തിരിച്ചു കളയണമേ. ഹല്ലേലൂയ. തിരിച്ച് പ്രവാസത്തിലേക്ക് അവരെ ആമേൻ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനയാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവര് കാണും. ഞാൻ പറയാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ആമേൻ. എന്റെ ആ വിഷയം അതല്ല എങ്കിലും ഞാൻ എന്റെ 6-ാം വാക്യത്തിലേക്ക് ആമേൻ കടന്നു വരാം. ആമേൻ. അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പകുതി പൊക്കം വരെയും പണിതു ചേർത്തു. ഹല്ലേലൂയ. അത്രയും ചെയ്തു വന്നപ്പോ പിന്നെയും അവിടെ പ്രതികൂലങ്ങൾ വന്നു. യെരൂശലേമിന്റെ മതിലുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നുവെന്ന് ആമേൻ വിള്ളലുകൾ അടച്ചു തുടങ്ങിയെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർ കോപാകുലരായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ രക്തം മൂലം വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദങ്ങൾ കർത്തൃവേലയിൽ വ്യാപൃതരാകുമ്പോൾ രോക്ഷാകുലനായി പിശാച് ചില വ്യക്തി ജീവിതങ്ങളെ കയ്യിലെടുക്കും. എന്നാൽ ഇന്ന് പകൽവേള ആത്മാവിൽ ഞാൻ ആലോചന പറയുകയാണ്, നിങ്ങളുടെ പണിക്കെതിരെ യുദ്ധമുണ്ടാകും. ആമേൻ. പോരാട്ടമുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആമേൻ. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. സ്തോത്രം. എന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അവർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി. അപ്പൊ ഒരുമിച്ച് കൂടുന്ന ആൾക്കാര് ഗൂഢാലോചന നടത്താനും എതിരിടാനും ഒക്കെ കടന്നു വരും. ഇതാണ് പിശാചിന്റെ പദ്ധതി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ തെറ്റിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മളെ ഹല്ലേലൂയ ഗൂഢാലോചന നടത്തിക്കൊണ്ട് അതിൽ നിന്നും ആമേൻ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ പറയുകയാണ്, ആമേൻ, ദൈവമക്കളെ, ദൈവമാണ് എന്നെ വിളിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടി ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് എനിക്കെതിരായി എഴുതിയിരുന്ന കൈയെഴുത്തിനെ മായിച്ച് ഈ യുദ്ധ സന്നാഹം ആമേൻ നയിക്കേണ്ടതിന് ഈ പോർക്കളത്തിൽ അടരാടുവാൻ എന്നെ സ്വർഗം പുറത്തു കൊണ്ടുവന്ന് വിശ്വസിച്ചുകൊണ്ട് ആരിന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ ദൈവാത്മാവ് പറയുകയാണ്, അവർക്ക് വലിയൊരു വിടുതലുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഞങ്ങളുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു, അവർ നിമിത്തം രാവും പകലും അവർക്കെതിരെ കാവൽ നിർത്തേണ്ടി വന്നു. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനി ധാരാളം കിടക്കുന്നു, ആകിയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ ശത്രു ജയമെടുത്തു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ഇവിടെ 14-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, വലിയവനും ഭയങ്കരനുമായ യഹോവ, ഹല്ലേലൂയ, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, വലിയവനും ഭയങ്കരനുമായ യഹോവയെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും ആമേൻ വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ടു ജീസസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ പൊരുതിൽ ആമേൻ ജയിക്കുവാൻ ദൈവം തമ്പുരാൻ ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകി അവൻ നമ്മെ മാനിക്കും. ആമേൻ. നാം പോരാടി ജയിക്കേണ്ട സ്ഥാനത്ത് ദൈവം തമ്പുരാൻ പാപത്തിന്റെ അന്ധകൂപത്തിൽ കടന്ന് നമ്മെ സാത്താന്റെ ചങ്ങലയിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നു എങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അതിക്രമങ്ങളുടെ മോചനം അവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലവും വിരോധവുമായിരുന്ന ആമേൻ ആമേൻ കൈയെഴുത്തിനെ അവൻ നമുക്ക് വേണ്ടി മായിച്ചെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ബലിമരണത്താൽ അത് നമുക്ക് സാധ്യമാക്കി തന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവർ ദൈവാലയത്തിലേക്ക് ആമേൻ പോകുമ്പോൾ ആമേൻ അവരുടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും പറയുകയാണ്. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51 അധ്യായം അതിലെ 1 വാക്യവും 9 വാക്യവും ഇങ്ങനെ പറയുന്നു, തന്റെ പാപങ്ങൾ അതിക്രമങ്ങളും മായ്ച്ചു കളയുവാൻ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാത്തിനു മേലും താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്റെ കുറ്റങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, എന്റെ കുറ്റങ്ങളെ ദൈവമേ ക്ഷമിക്കണമേ. നമുക്കറിയാം ദാവീദ് തെറ്റ് ചെയ്തു അല്ലേ? ഇന്ന് പകൽക്കാലം കർത്തൃവേലയിലായിരിക്കുന്ന ദൈവമക്കളെ, ആമേൻ, എന്താണ് ഇങ്ങനെ വചനം കയറി വരുന്നതെന്ന് എനിക്കറിയില്ല. ആമേൻ. നമ്മെ കർത്താവ് തന്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ കുറ്റങ്ങൾ കുറവുകൾ ഉണ്ടായെങ്കിൽ ആ ക്രൂശിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടതിന് ഒരു ദാവീദിനെ പോലെ പ്രാർത്ഥിച്ചു കടന്നു വരിക. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചു, എന്റെ അതിക്രമങ്ങളെ മായ്ക്കണമേ, എന്റെ പാപങ്ങളെ മായ്ക്കണമേ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആമേൻ സന്നിധിയിലെത്തുകയും അവന്റെ പാപങ്ങൾക്കും അവന്റെ ആമേൻ തെറ്റുകൾക്കും ദൈവം ക്ഷമ കൊടുക്കുവാൻ ഇടവന്നുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് യെശയ്യാവ് 43:25 വാക്യവും 44:22 വായിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 43:25. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഹല്ലേലൂയ. ഞാൻ നിമിത്തം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. ഇസ്രായേലിന്റെ രക്ഷകനായി നിന്നുകൊണ്ട് ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നമുക്ക് തന്റെ ജനമായ ഇസ്രായേലിന് യെശയ്യാ പ്രവാചകനിലൂടെ നൽകപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ 43 അധ്യായം അതിന്റെ 25 വാക്യത്തിൽ തന്റെ ദാസി വായിച്ചതുപോലെ, ഞാൻ നിമിത്തം, ഹല്ലേലൂയ, ഞാൻ നിമിത്തം, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കയില്ല. ഇവിടെ പറയുന്ന ഞാൻ, ഹല്ലേലൂയ, നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? ഞാൻ നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച്, ഞാൻ നിങ്ങളുടെ കടങ്ങൾ തീർത്തു തരാം, ഞാൻ നിങ്ങളുടെ എന്ത് കാര്യങ്ങളും വേണം ഏറ്റെടുക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വീട് പണിതു തരാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് കഴിയാത്തതായ കാര്യം പ്രൈസ് ദി ലോർഡ് നമുക്ക് വാഗ്ദാനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആമേൻ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ, ഹല്ലേലൂയ, അതിക്രമങ്ങൾ ആമേൻ അതേ പാപത്താൽ നിറയപ്പെട്ട് നാം നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നാം ഏറ്റെടുക്കേണ്ട ശിക്ഷാവധി സ്വർഗം ഏറ്റെടുത്തിട്ട് ഹല്ലേലൂയ പറയുക, ഞാൻ അതിനെ മായിച്ചു. അത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദത്തം സ്വർഗത്തിലെ ദൈവം ആമേൻ നിവർത്തിച്ചു. ഇനി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 44 അധ്യായം അതിന്റെ 22 വേദഭാഗം വായിക്കാം. അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കലേക്ക് മടങ്ങി വരിക, എന്തെന്നാൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആമേൻ സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചിട്ട് അവർക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നീ മടങ്ങി വരണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മടങ്ങി വരുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നാം ഏറ്റെടുക്കേണ്ട ശിക്ഷ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. എന്ന് വെച്ചാൽ ഒരു മടങ്ങി വരവ ഇന്ന് പകൽ വേളയെങ്കിൽ ഹല്ലേലൂയ
പാപത്തിന് ഹല്ലേലൂയ അടിമപ്പെട്ട്, ഈ ലോകത്തിന് അടിമപ്പെട്ട് ആരെങ്കിലും ആമേൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെന്ന് അഭിമാനത്തോടെ ആയിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് പകൽ മടങ്ങി വരവിന്റെ ദിനമായി മാറട്ടെ. ആമേൻ. നാം വായിച്ച തിരുവചനം ഇങ്ങനെയാണല്ലോ. ആമേൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. നാം എത്രമാത്രം അതിക്രമം ചെയ്തു, അവയൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് മായിച്ചത്? ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് ആമേൻ നമ്മുടെ നിന്ദയെ അവൻ നീക്കിക്കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെയും മനുഷ്യന്റെയും നടുവിൽ നിന്ന് ന്യായ പ്രമാണമെന്ന നടിച്ചുവരിനെ മാറ്റി ആമേൻ നമ്മെ അവനോട് കൂടി ഹല്ലേലൂയ ഒന്നാക്കി ന്യായപ്രമാണത്തെ മാറ്റിയിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അപ്പം ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഇവിടെ ചട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ നാം പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. യഹൂദന് നൽകപ്പെട്ട ഒരു ന്യായപ്രമാണവും ദൈവകൽപ്പനകളുമാണ്. അത് പുറജാതിക്ക് ബാധകമായിരുന്ന ആമേൻ സദാചാരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ചട്ടങ്ങൾ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമുക്ക് വിരോധമായി നിന്ന കൈയെഴുത്തിനെ മായിച്ച് ഹല്ലേലൂയ നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി. ആ വിലയേറിയ രക്തം നമ്മുടെ പാപങ്ങളെയും മായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇനി നമ്മൾ ആമേൻ രണ്ടല്ല, ആമേൻ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുവാൻ കരുണ കാണിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം, സ്വർഗീയ രാജാവിന്റെ തിരുക്കരങ്ങൾ കൊണ്ട് ആമേൻ എഴുതി തന്നതാണ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ന്യായ പ്രമാണം. ഹല്ലേലൂയ. ഭൂരാജാക്കന്മാരുടെ കൽപ്പനകൾക്ക് പോലും മായ്ച്ചു കളയുവാൻ കഴിയാത്തതുപോലെ പ്രാബല്യമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എസ്തറിന്റെ പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യവും 8-ാം അധ്യായം 8-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. അതിനെക്കുറിച്ച് അത്രയും പറയുമ്പോൾ ആമേൻ ഒരല്പം രാജാക്കന്മാരുടെ ആ കൽപ്പനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി. നമുക്കിതറിയാം, യഹൂദന്മാരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ ഹാമാന്റെ ഗൂഢാലോചനയായിരുന്നല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവൻ ആ തന്റെ ജനത്തിന് വിരോധമായി എഴുതി വെച്ച കയ്യെഴുത്തിനെ മായ്ക്കുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എന്നാൽ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, രാജകൽപ്പനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കാര്യാദികളെ വിളിച്ച് ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനതയുടെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിന് അവിടുത്തെ ലിപിയിലും അതത് ജനതയ്ക്ക് അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി. ഹല്ലേലൂയ. രാജമോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് ഹല്ലേലൂയ അത് അയക്കുവാൻ തക്കവണ്ണം ഇടയായി. എല്ലായിടത്തോട്ടും അഞ്ചൽക്കാർ മുഖാന്തരം കൊടുത്തു വിട്ടെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ അതിന്റെ 8-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. എസ്തർ പിന്നെ അവിടെ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മൊർദെഖായി അവിടെ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ മറുപടി എന്തെന്ന് നമുക്ക് നോക്കാം. 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ.
രാജാവ് എഴുതിയ രേഖയെ ആർക്കും ദുർബലപ്പെടുത്താൻ പറ്റത്തില്ല. രാജാവ് ഹാമാൻ അധികാരം ചോദിച്ചു, ഹാമാൻ അധികാരം ചോദിച്ചു. രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയടിച്ച് അഞ്ചൽക്കാർ മുഖാന്തരം സകലയിടത്തും ആ കത്ത് കൊടുത്തുവിട്ടു. അത് പൂർത്തീകരണത്തിൽ എത്തിക്കുമെന്ന് രാജ്ഞിയായ എസ്തേറിന് പോലും അറിയാം. അതുകൊണ്ട് തനിക്കൊരു വിധത്തിലും അത് മാറ്റി എഴുതിക്കുവാൻ കഴിയുകയില്ല. കാരണം ആ സീലിന് വിലയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ സീലിന്റെ വില അത്ര വലുതാ. എന്നാൽ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ രാജാവിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ നാമൻ ലോകം എഴുതിയ ആ കൈയെഴുത്തിനെ മായ്ക്കുവാൻ ഇടയാക്കിയത് നാം വായിക്കുമ്പോൾ എസ്തേറും കൂട്ടരും ഉപവസിച്ചു, മൊർദെഖായി ഉപവസിച്ചു. ഉപവാസത്തിന്റെ ഫലമായിട്ട് അവർക്കും ആ കൈയെഴുത്തിനെ മായ്ക്കുവാനിടയായി. അഹശ്വേരോശ് രാജാവിന് വിരുന്നൊക്കെ ഒരുക്കിക്കൊണ്ട് ഹാമാനെയും കൂട്ടി വരുത്തി അവളവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ജനത്തിന് വരുന്ന അനർത്ഥവും ആ ജനത്തിന് വരാനിരിക്കുന്ന നാശവും എസ്തേർ വിവരിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ രാജാവ് ഹല്ലേലൂയ എസ്തേർ രാജ്ഞിയോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരുടെ മേൽ കയ്യേറ്റം ചെയ്യുവാൻ തുനിഞ്ഞിരിക്കൊണ്ട് അവനെ കഴുകുമരത്തിന്മേൽ തൂക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാജാവിന്റെ കൽപ്പനയെ ഈ ഹാമാൻ ഇരിക്കുന്ന അവൻ ഈ കൽപ്പന അതിന്റെ വിധി പൂർത്തീകരണത്തിൽ എത്തുന്നതിന് മുൻപായി തന്നെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് ഹിതകരമായത് നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുവീൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്ര വെക്കുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. ഒരെഴുത്തിന് ആ എഴുത്ത് ആദ്യം ഹാമാൻ കൊടുത്തതിനെ ലംഘിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ അതിന് വിരോധമായിട്ട് അടുത്ത രേഖ, ഹല്ലേലൂയ, ഇതാണ് ദൈവപ്രവൃത്തി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി സാത്താൻ ഒരു സീല് വെച്ചിരുന്നു. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ ദൈവം ആ സീലിനെ പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വിരോധമായി എഴുതിയിരുന്ന സകല കൽപ്പനകളെയും, നമുക്ക് വിരോധമായി എഴുതിയിരുന്ന സകല വിധമാകുന്നുള്ള കാര്യങ്ങളെയും അവൻ ദുർബലമാക്കിയിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രൈസ് ടു ജീസസ്. ദാനിയേലിന്റെ പുസ്തകത്തിലും നമുക്ക് രാജാവ് കൽപ്പിച്ച കൽപ്പനയ്ക്ക് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോഴും കാണുവാനായിട്ട് കഴിയും. രാജാ കൽപ്പനയെ മാറ്റിക്കൂടാതെ വണ്ണം ഇരുന്നതിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി കർത്താവിന്റെ നാമം അവിടെ ഉയർത്തപ്പെടുവാനിടയായത്. വായിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഭവനത്തിൽ ധ്യാനിക്കുക. ഹല്ലേലൂയ. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാത്രമാണ് ന്യായപ്രമാണത്തിന്റെ കടച്ചീട്ട് കീറുവാൻ തക്കവണ്ണം ഇടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് ന്യായപ്രമാണത്തിന്റെ അടിമേൽ കിടന്ന ഹല്ലേലൂയ തന്റെ ജനത്തെ വിട്ടുവയ്ക്കുവാൻ ഹല്ലേലൂയ താൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഹല്ലേലൂയ തന്റെ ജീവൻ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. അതിന്റെ അകത്ത് നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, തന്റെ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ആ രക്തത്തിന്റെ വില വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഗലാത്യർ 4-ന്റെ 1 മുതൽ 4 വരെ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക് ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കൾ ആയിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ദൈവപുത്രനായ യേശുവിന്റെ ക്രൂശ് മരണം, ഹല്ലേലൂയ, നമ്മുടെ ന്യായപ്രമാണത്തിന്റെ കടച്ചീട്ടിനെ കീറുവാനിടയായി. ഇവിടെ
അവകാശിയാണ്. നമുക്കറിയാം ലോകപ്രകാരം. ഹല്ലേലൂയ. നമ്മുടെ അവകാശം സാത്താനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ അടിമയിൽ നിന്നും നമ്മെ മാറ്റി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന അവകാശി സകലത്തിലും യജമാനനെങ്കിലും ശിശുവായിരുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഹല്ലേലൂയ. പ്രായപൂർത്തിയാകണമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവകാശിയാണ് അല്ലെ. നമ്മളൊരു സ്വത്ത് എഴുതി വെച്ചാല് അതേ കൊച്ചുങ്ങളായിരുന്നാൽ, ശിശുക്കളായിരുന്നാൽ അവർക്ക് അത് കൈകാര്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. അവരാ വസ്തുവിന്റെ, ആ സ്വത്തിന്റെ അവകാശിയാണെങ്കിൽ പോലും അവർക്കത് സ്വയം കൈകാര്യം ചെയ്യുവാൻ അവകാശമില്ല. അതിന് മെച്യൂരിറ്റി ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നാം ഹല്ലേലൂയ അവകാശികളായി തീരുവാൻ, അപ്പന്റെ ഭവനക്കാരായി തീരുവാൻ, അപ്പന്റെ മക്കളായി തീരുവാൻ നമ്മോട് കർത്താവ് കാണിച്ച കൃപയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ, സർവത്തിനും അവകാശിയായവൻ നമ്മെയും അവകാശികളാക്കുവാൻ കരുണ കാണിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാം ഹല്ലേലൂയ ദാസനെ പോലെയല്ല, യജമാനനെ പോലെ ആയിത്തീരേണ്ടതിന്, ക്രിസ്തു എന്ന ശിരസോളം വളരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നമുക്ക് വേണ്ടി നിയോഗിച്ചു തന്നുവെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ശിഷ്യത്വം എന്ന അവസ്ഥ മാറ്റി ഹല്ലേലൂയ എന്ന് വെച്ചാൽ ന്യായ പ്രമാണത്തിന്റെ അടിമനുഖത്തിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് കരുണ കാണിച്ചെങ്കിൽ ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗം വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. കർത്താവ് നമുക്ക് സമാധാനം നൽകിയ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടിയവരായിരുന്നു, ശിക്ഷ അനുഭവിക്കേണ്ടിയവരായിരുന്നു, ശിക്ഷാവധിയിൽ അകപ്പെടേണ്ടിയവരായിരുന്നു. എന്നാൽ ആ ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് സമാധാനം നൽകി തരിക. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഹല്ലേലൂയ. വേർപാടിൽ നിന്ന് അടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. നമ്മുടെ നടുവിലുണ്ടായിരുന്ന ന്യായ പ്രമാണം, നമുക്ക് വിരോധമായി എഴുതിയിരുന്ന കൽപ്പനകളെ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, അവന്റെ ക്രൂശ് മരണം കൊണ്ട് ഇടിച്ചു മാറ്റി, പൊളിച്ചു മാറ്റി. ദൈവമക്കളെ, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം, ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, താൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി ഒരു പുതു മനുഷ്യനെ സൃഷ്ടിച്ച് സമാധാനം നമുക്കുണ്ടാക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സമാധാനമാണ് ഞാൻ നീയും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ അവൻ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ആ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മടങ്ങി വരുവാൻ പുത്രനാം യേശു ക്രിസ്തുവിൽ കൂടി ഹല്ലേലൂയ വഴി ഒരുക്കി. അവൻ തന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് വേണ്ടി പിതാവുമായി സമ്പർക്കം പുലർത്തുവാൻ ഹല്ലേലൂയ അവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്നുവോ, അതിക്രമങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു എന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടുന്നുവോ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, നാം അവന്റെ കൃപയിൽ ആശ്രയിക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുർബലവും നിഷ്പ്രയോജനവുമായ മുൻകൽപ്പന അസാധുവാക്കിയിട്ട്, എന്ന് വെച്ചാൽ പാപത്തിന്റെ അന്ധതമസിൽ നാം കടക്കേണ്ടിയവരായിരുന്നു. അതാണ് ഞാൻ എസ്തറിന്റെ ചരിത്രം പറഞ്ഞത്. മുൻപേ ഉണ്ടായിരുന്ന വലിയ കൽപ്പനയെ ആ നിഷ്പ്രയോജനമാക്കിയിട്ട്
അസാധുവാക്കിയിട്ട് ഹല്ലേലൂയ ആ കൽപ്പനയെ മാറ്റിയിട്ട് പുതിയ കൽപ്പന നൽകുമാർ ദൈവനീതി വെളിപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം മൂലം എനിക്ക് നിങ്ങൾക്കും ആമേൻ വിധിച്ചിരുന്ന ഹല്ലേലൂയ ആ തെറ്റിന്റെ ശിക്ഷയ്ക്ക് ആമേൻ നാം പത്രീഭൂതരാകാതിരിക്കേണ്ടതിന് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന കയ്യെഴുത്തിന് ആമേൻ നിഷ്ഫലമാക്കിക്കൊണ്ടതിനെ മായ്ച്ചു കളഞ്ഞ് ആമേൻ നമുക്ക് വേണ്ടി അവൻ കരുതി ദൈവമക്കളെ. ആകയാൽ ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ പറയുകയാണ് ആമേൻ. അതിന്റെ എബ്രായ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയും കൂടെ പറയുന്നു, ഈ ഉടമ്പടി പുതിയതെന്ന് പറയുമ്പോൾ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതായും ജീർണിക്കുന്നതുമെല്ലാം വേഗം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ പഴയതും ജീർണിക്കുന്നതുമെല്ലാം വേഗം നീങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇടർച്ചയില്ലാതാക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കി ശത്രുവിന്റെ ആമേൻ ഭയത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തോട് നമ്മെ ആക്കി തീർക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ആ നടിച്ചുവരനെ ഇടിച്ചു മാറ്റിയവൻ സ്നേഹനിധിയായവൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ശക്തമായി അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആമേൻ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായുള്ള സകലത്തെയും ഏറ്റെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം സഹിക്കേണ്ട സകല പങ്കപ്പാടുകളെയും സഹിച്ചുകൊണ്ട് നമ്മുടെ മേലുണ്ടായിരുന്ന കയ്യെഴുത്തിനെ മായിച്ചിട്ട് ക്രൂശിൽ തറച്ച് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട കഷ്ടങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് മാറ്റി, നടുവിലുണ്ടായിരുന്ന മതിലിനെ മാറ്റി, ന്യായപ്രമാണമെന്ന മതിലിനെ മാറ്റിയിട്ട് രണ്ടിനെയും ഒന്നാക്കി ക്രിസ്തുവിനോടുകൂടി ആ നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ദൈവമക്കളെ ഇന്ന് പകൽക്കാലം അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇതിനൊക്കെ യോഗ്യത ഉണ്ടായിരുന്നോ? ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഈ യോഗ്യതകൾ ഉണ്ടാക്കി തന്നെ അവൻ നമ്മെ നിലനിർത്തിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില, ഹല്ലേലൂയ, അതിക്രമങ്ങളുടെ മോചനം എന്ന ഹല്ലേലൂയ വീണ്ടെടുപ്പ് നൽകി തന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുക. വാഴ്ചകളും അധികാരങ്ങളും നമുക്ക് വിരോധമായി നിന്നപ്പോഴും ഹല്ലേലൂയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാതിരുന്ന സ്ഥാനത്ത് സ്വാതന്ത്ര്യം നമുക്ക് നൽകി തന്ന് ഹല്ലേലൂയ ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ക്രൂശ് ദൈവത്തിന്റെ വിജയം സിംഹാസനമാക്കി മാറ്റുവാൻ, ആ വിജയത്തിൽ നമുക്കും ഒരു പങ്ക് വഹിക്കുവാൻ, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് അവനിൽ നിന്ന് പുതുജീവൻ നാം പ്രാപിച്ചെടുക്കുവാൻ നമ്മെ ഇടയാക്കിയെങ്കിൽ ദൈവമക്കളെ നാം ഒരിക്കലും ന്യായ പ്രമാണത്തിന്റെ നുഖത്തിന് കീഴിലല്ല, ഇനി സ്വാതന്ത്ര്യത്തിലാണ്. സ്വാതന്ത്ര്യമാകുന്ന സ്നേഹത്തിലേക്കും പൗരാവകാശത്തിലേക്കും നമ്മെ അവൻ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ നാം ഇനി ഒരിക്കലും ദുഷ്ടന്റെ അടിമകളല്ല, ജയാളികളായ ആമേൻ ദൈവമക്കളാണ്, ജയാളിയായ ദൈവത്തിന്റെ പുത്രന്മാരും ആമേൻ പുത്രിമാരുമാണ്. അങ്ങനെയെങ്കിൽ അവനെ ജയാളിയായി നാം കാണുന്നുവെങ്കിൽ അവന്റെ വിജയം മരണമല്ല ദൈവമക്കളെ, ജീവൻ അത്രയാകുന്നു. അവൻ നമ്മുടെ ജീർണ വസ്ത്രം മാറ്റി വിശുദ്ധിയിൽ വസ്ത്രമുടിപ്പിച്ച് യേശു ക്രിസ്തു മൂലം നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കും. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹീതമായ ആമേൻ നല്ല സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പച്ചന്റെ നാമത്തിന്റെ മഹിത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം നശിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് വിരോധമായി എഴുതിയ ആമേൻ കയ്യെഴുത്തിനെ മാറ്റി ഹല്ലേലൂയ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ വിടുവിച്ച വിധങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായിരുന്നെതിരെ ഉണ്ടായിരുന്ന കയ്യെഴുത്തിനെ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങൾ എഴുതി വെച്ചിരുന്ന ഞങ്ങൾ അനുഭവിക്കേണ്ട ആ സകല തെറ്റുകൾക്കും ആമേൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി ഞങ്ങളുടെ കടച്ചീട്ടെല്ലാം കർത്താവേ നീ ക്രൂശിലൂടിയെടുത്ത് അതേ കർത്താവേ ആ ക്രൂശിൽ തറച്ച് ഞങ്ങൾക്കെതിരെ എഴുതിയിരുന്ന പ്രമാണത്തെ റദ്ദാക്കി ഹല്ലേലൂയ ഞങ്ങളെ ഉയർത്തിയല്ലോ. ആമേൻ ഞങ്ങൾക്ക് അതിന് യോഗ്യതയുള്ളവരല്ല കർത്താവേ, ഞങ്ങൾക്കെതിരെ എഴുതിയിരുന്ന രേഖയെ എന്റെ സ്വർഗം മാറ്റിയല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ഇനി ഒരു ബാധ്യതയും ഇല്ലാത്ത നിലയിൽ
അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ നീക്കി ഹല്ലേലൂയ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഞങ്ങൾക്ക് വേണ്ടി തീർന്നുവെങ്കിൽ ഇന്ന് പകൽ വേള ക്കുന്ന ഏവനെയും കൈക്കൊള്ളുന്ന ദൈവമേ, പിതാവായ ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുത്ത് പുത്രനാം യേശു ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹം ഏറ്റെടുത്ത് മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതം ആമേൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിക്രമങ്ങളൊക്കെയും ആമേൻ ഞങ്ങൾ സർവ്വലോകത്തിലും ഞങ്ങൾ അനുഭവിക്കേണ്ടിയവരാണ്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കർത്താവേ എന്തെല്ലാം ഉണ്ടായാലും എന്തെല്ലാം നിക്ഷേപങ്ങൾ ഉണ്ടായാലും കർത്താവേ ആമേൻ ഈ അതിക്രമങ്ങൾ നിറഞ്ഞാൽ അത് അങ്ങയുടെ സന്നിധിയിലെത്തുവാൻ സാധ്യമല്ലല്ലോ. ആകിയാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിന്റെ സകലവിധമാകുന്ന അവസ്ഥകളെയും ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ എന്നേക്കുമായി പോരാടി ജയം തന്ന ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ തിരുവചനം കേൾപ്പിച്ചു. ആമേൻ യേശു ക്രിസ്തു മൂലം ശത്രുവായ സാത്താനെ അവന്റെ സൈന്യത്തെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി വിടുതൽ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിടുതൽ പ്രാപിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. കാൽവറി ഞങ്ങൾക്ക് വേണ്ടി വിജയം കൊണ്ടാടിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം കൈവരിച്ച് ഇന്ന് പകലിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. ഞങ്ങളെ ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരും വിശുദ്ധരുമായി നിൽപ്പാൻ കൃപ നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.